ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ മിക്സ് ആൻഡ് ടേസ്റ്റ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു തമിഴ്നാട് സ്റ്റൈലിലുള്ള ചിന്താമണി ചിക്കനാണ്. കൊങ്കുനാട് സ്പെഷ്യലാണിത്. അതായത് കോയമ്പത്തൂർ സൈഡിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് നമുക്ക് കണ്ടുവരുന്നത്. എങ്ങനെയാണ് നമ്മളിത് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൂടെ നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്ത് വെക്കാം. ചിന്താമണി ചിക്കൻ തയ്യാറാക്കുന്നതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിട്ടുള്ളതെന്ന് ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കാണാൻ കഴിയും. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്കിതിലില്ല, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. ആദ്യം നമ്മളൊരു മിക്സിംഗ് ബൗളാണ് എടുക്കുന്നത്. മിക്സിംഗ് ബൗളിൽ ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിത് മാറ്റി വെക്കാം. നല്ലപോലെ ചിക്കൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഒരു പാനോ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മളിവിടെ 1/4 ലിറ്റർ, അതായത് 250 മില്ലി നല്ലെണ്ണയാണ് എടുക്കുന്നത്. നല്ലെണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം 1 കിലോ ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിൽ വെറും ചെറിയ ഉള്ളി മാത്രമാണ് നമ്മൾ ചേർക്കുന്നത്. എന്നിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കണം. നല്ല സോഫ്റ്റ് ആകുന്നത് വരെ തന്നെ നമ്മൾ വഴറ്റി കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വേഗത്തിൽ തന്നെ നമുക്കിത് വഴറ്റിയെടുക്കാൻ പറ്റും. ഇനി ഞാനിതിലേക്ക് 50 വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ വറ്റൽമുളകിൻ്റെ കുരു എല്ലാം മാറ്റിയിട്ടാണ് നമ്മളിതിൽ എടുക്കേണ്ടത്. അങ്ങനെ 50 വറ്റൽമുളക് ഞാൻ 2ആയിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി ഒരു 5 മിനിറ്റ് നേരം നമ്മളിതൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം നമ്മളിവിടെ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞളും ഉപ്പും മാത്രം ചേർത്തിട്ടാണ് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് സമയം ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 15 മിനിറ്റ് നേരം നമ്മൾ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. ഈ 15 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അടി പിടിക്കാത്ത രീതിയിൽ. അപ്പോൾ 15 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് നല്ല വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇത് അടച്ച് വെക്കാതെ തുറന്നു വെച്ചുകൊണ്ട് തന്നെ ഇതിലെ വെള്ളം വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നതാണ് ഇതിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള പാകം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ അതിൽ നിന്ന് കുറഞ്ഞ് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിന്താമണി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു തമിഴ്നാട് സ്റ്റൈലിലുള്ള ഒരു റെസിപ്പി തന്നെയാണ്. കോയമ്പത്തൂർ സൈഡിലാണ് ഇത് കാണുന്നത്. ഇത് നമ്മളിവിടെ അവർ ചെയ്യുന്ന ട്രഡീഷണൽ രീതിയിൽ തന്നെയാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, വെറും ചെറിയ ഉള്ളി, അതുപോലെ തന്നെ വറ്റൽമുളക് കുരു കളഞ്ഞിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഉപ്പ്, അതുപോലെ നല്ലെണ്ണയിലാണ് ചെയ്യുന്നത്. മഞ്ഞൾപ്പൊടി മാത്രം ചേർത്തുകൊണ്ടാണ്. ഇതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അത് നമുക്ക് വരും വീഡിയോയിൽ ചെയ്യാം. ഇപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഗ്രേവിയോട് കൂടിയിട്ട് ഇത് റൈസൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.